ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേന ഉലർത്തിയതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉലർത്തിയത് ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ ചേനയാണ് കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ആദ്യം ഉപ്പിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. ചേന വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. സാധാ പാത്രത്തിൽ വേവിച്ചാലും മതി. കുക്കറിൽ ഒരു സ്റ്റീമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. കുക്കറിൽ ചേന ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളവും ചേർക്കുന്നുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ സ്റ്റീമിനാണ് ഞാൻ വേവിച്ചെടുക്കാറ്. ഒരു സ്റ്റീമിന് നമ്മൾ വേവിച്ചെടുത്ത ചേനയാണ്. ഇതിന് നമുക്ക് താളിച്ചെടുക്കാം. ചേന ഉലർത്തിയെടുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 2 ചെറിയ സവാള, 15 ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു 6-7 പച്ചമുളക്, ഒരു 5 അല്ലി വെളുത്തുള്ളി. ഇത്രയാണ് നമുക്ക് ചേന ഉലർത്തിയെടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ. സവാള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചെടുത്താലും മതിയാവും. ഞാനിപ്പോൾ സവാള, ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചേന താളിച്ചെടുക്കാനായിട്ട് ചീനിച്ചിട്ട് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കും. സവാള ഒന്ന് വാടിയെടുത്തിട്ട് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാളയും ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവുണ്ട്. ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് ഞാൻ ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചേന ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.